സോ പറഞ്ഞ പോലെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മളെ പ്രമുഖ റോസ്റ്റിംഗ് ചേട്ടന് ആദ്യം വീഡിയോ ഇടുന്നു, പിന്നെ അതിന് സോറി പറച്ചില്. അതിപ്പോൾ ഞാൻ സോറി എന്നെ കൊണ്ട് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് സോറി പറയണം എന്നൊന്നുമല്ല. അതിൽ കമൻറ്റ്, ചേട്ടൻ്റെ വീഡിയോക്ക് കമൻറ്റ് വന്ന ആൾക്കാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിന് സോറി പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ കുറച്ച് നമ്മൾ ആ ഫസ്റ്റ് വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് പറയാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. സോ നമുക്കിവിടെ വീഡിയോ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്നോളജി ഒന്നും നമുക്ക് പഠിക്കാത്തത് കൊണ്ടും അത്രയും വലിയ സയൻറ്റിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അല്ലാത്തത് കൊണ്ടും ഞാനിവിടെ അപ്പുറത്ത് ഒരു മൊബൈലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം, പറയാം എൻ്റെ അഭിപ്രായങ്ങൾ. Bro, religion is fake. The book is fake. It's nothing but അത് നമുക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. ശരി, അത് സ്കിപ്പ് ചെയ്യുന്നേക്കാളും imagination. The religious prominent figures are pedophiles, murderers, terrorists, and what not. You might be hearing this a lot these days because it's a trend to bash religion without having any evidence behind. So നമ്മൾ റിലീജിയനെ ബാഷ് ചെയ്യുന്നത് ഒരു ട്രെൻഡ് ആണെന്നാണ് ചേട്ടൻ പറയുന്നത്. സോ ഗോയിങ് വിത്ത് എ ട്രെൻഡ് behind it. And people who say these claims believe that others look at them as intellectuals, which is far from the truth. And today I'm here to talk about a video that I saw on. സോ ചേട്ടന് ഫാർ ഫ്രം ട്രൂത്ത് അതിന്റെ സത്യാവസ്ഥകൾ പറയാനാണ് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുന്നത്. നമുക്ക് കാണുന്നുണ്ട് സത്യാവസ്ഥകളൊക്കെ. On Instagram, in which a person is bashing and hating on Islam so much. I don't usually bring a bashing and hating Islam so much. A person ആരാണെന്നും കൂടെ പറയണമായിരുന്നു. അതേ നമ്മളെ സുഡു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തിയിസ്റ്റ് എന്ന് വിളിക്കാം, അതാണ്. bring a religion in my content or I don't talk about it much. അയ്യോ, ചേട്ടന് ഇങ്ങനത്തെ ടോപ്പിക് ഒന്നും എടുക്കാറില്ല. then what the you doing bro? Much I don't preach it, but if someone is hating a religion, even if it's not Islam, I'll be standing up again. സോ ഇസ്ലാമിനെ അല്ലാണ്ട് വേറെ ഏത് മതത്തിനെയും പ്രീച്ച് ചെയ്താല് ചേട്ടൻ എണീറ്റ് ഇരുന്നിട്ട് ഘോരം വീഡിയോ ഇടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. സോ വെയിറ്റ് എ സെക്കൻഡ്, ഈ യോഗി ആദിത്യനാഥും അതുപോലെ വേറെ കുറച്ച് ആൾക്കാരും ഇസ്ലാമിനെ പ്രീച്ച് ചെയ്തത് ചേട്ടന്റെ ഫീൽഡിൽ വന്നിട്ടില്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഫീൽഡിൽ വന്നിട്ടില്ലായിരുന്നു. അവരാരും സുഡു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായിരിക്കില്ലേ? യഥാർത്ഥ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പറയില്ല, അത് യഥാർത്ഥ മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് അല്ല, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വന്നതായിരിക്കില്ല എന്ന് നമുക്ക് അങ്ങോട്ട് വിചാരിക്കാം. Against it because I believe that every religion has its own values and respect has to be given, and bashing a religion based on the hate that you have inside you is not a good idea. Hate? എൻ്റെ ഉള്ളിലുള്ള ഹേറ്റ്, അതുകൊണ്ടാണ് ഞാൻ ബാഷ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഇസ്ലാമിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഹിന്ദുസത്തിനെ കുറിച്ച് പറയുന്നത് അതിനെല്ലാം എന്താ പറയാ, അവരെ ദേഷ്യം, അടങ്ങാത്ത ദേഷ്യം ഉള്ളത് കൊണ്ടെന്നാണ് ചേട്ടന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമുക്ക് അനുമാനിക്കാം. So Jasmine Moosa is the person who actually posted the video on Instagram, which I'm going to talk about. But before getting into that video, I'd like to say that Jasmine is actually very inspirational because of what ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്, കേട്ടല്ലോ? ആ ഒരു മനസ്സ് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. What she did. She went through a lot of abuse, she went through a lot of troubles in her life, and then she actually left the family that she was in and she turned her life around, which is pretty inspirational. But nothing justifies hating. But not the point, on a religion. അപ്പോൾ തുടങ്ങാം. സോ നമ്മൾ ആയിക്കോട്ടെ, സ്റ്റോറിയിൽ ഇട്ട പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നു, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. Let me stop you right there. You're saying that this is an opinion of yours, which is a 16-minute long video in which you have made no opinions. All that you've done are statements. So an opinion is something that സോ എല്ലാവരും കേൾക്കുക. നമ്മളെ ഒപ്പീനിയത്തിനെയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ചെറിയൊരു ലെക്ചറാണ്, യൂട്യൂബ് ലെക്ചറാണ്. എല്ലാവരും അത് മനസ്സിലാക്കുക. ഓക്കെ, that you say based on your own judgment, and a statement is something that you say based on facts. So what you're doing is, so നമ്മൾ ഫാക്ട് ഒക്കെ അടിപൊളിയായി വെച്ച് കൊടുത്തിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പാടുള്ളൂ. ഓൾറൈറ്റ്. സോ നമുക്ക് ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് അതിന് കിതാബൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇരുന്നിട്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. stating based on facts that you think are true. ഞാൻ പഠിച്ച സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെ ആയിഷാനെ നബി കെട്ടിയതും 6 വയസ്സുള്ളപ്പോഴും 6-7 വയസ്സുള്ളപ്പോൾ ആയിഷാനെ കെട്ടിയതും എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് നബി 2
കൊല്ലം ആയിഷാനെ തൊട്ടിട്ടില്ല. എന്താന്ന് വെച്ചാല് ആയിഷ ഇന്റർകോഴ്സ് ചെയ്തു ആയിഷയായിട്ട്. ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം more than 1,400 years ago. Things were different back then, a lot, and we don't do the same things that used to be done back then. Now, സോ ഇത്രയേ ഉള്ളൂ. 1400 വർഷം മുമ്പ് വീഡിയോയിൽ ഞാൻ വെണ്ടക്കക്ഷരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല. 1400 വർഷം മുമ്പ് ചെയ്ത ഒരു കാര്യം 2020 നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതാണ് എൻ്റെ ഹോൾ വീഡിയോയുടെ ഒരു പോയിന്റ്. സോ അതന്നെയാണ് ചേട്ടൻ ഒന്നും കൂടെ ഒന്ന് കറക്കി എടുത്തോണ്ട് വരുന്നത്. now she said that Aisha was 6 years old when she was married to Prophet Muhammad. Before getting to that age topic, I'd like to talk about how people used to be back then. Now we're talking about 1,400 years ago, and biologically people were different back then. How? The average life expectancy of people back in the day was very, very low. So a person would be having an average life expectancy of about 40-45 years old. That means wait a minute. So 40-45 ഏജ് ആണ് നമ്മളൊരു ആവറേജ് ഓക്കെ ലൈഫ് എക്സ്പെക്ടൻസി. ഓൾറൈറ്റ്, ഞാൻ അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ ഒരു കാര്യം, സോ ഈ പ്രൊഹബത്ത് ആയിഷ ആൻഡ് പ്രൊഹബത്ത് ആയിഷയല്ല, ആയിഷയും അതുപോലെ തന്നെ പ്രൊഹബത്ത് മുഹമ്മദും മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 60+, 60 വയസ്സിന് കൂടുതൽ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാളും മരിച്ചത്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ അങ്ങോട്ട് മാറിപ്പോയോ? കല്യാണം കഴിക്കുന്ന സമയത്ത് മാത്രമായിരുന്നു എക്സ്പെക്ടേഷന്, പക്ഷെ മരണത്തിന്റെ സമയത്ത് എക്സ്പെക്ടേഷന് വന്നിട്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ, വന്നിട്ടില്ലായിരുന്നു. That means when you were 20, you already parents. Some people were grandparents by the age of 30. And now let me give you examples of early marriages back. And trust me, this is the best examples. Back in the day, King John of England, who was 33 years old, married Isabella, who was just 12 years old. Margaret Beaufort gave birth to Henry Tudor when she was 13 years old. Anne Mowbray was married when she was 6 years old, and she died when she was 10 years old. Rukhmaba in India was married when she was 11 years old. And in India, only in 1891, the age of consent changed from 10 years old to 12 years old for girls. 1891. In 1869, Mahatma Gandhi married a girl who was 14 years old. And I'm sure that മഹാത്മാഗാന്ധിയൊക്കെ കൊടുത്ത് കാണിച്ച മനസ്സ് നമ്മൾ മനസ്സിലാക്കാൻ പോകരുത്. ഇയാളിത് എന്ത് തേങ്ങയാണെന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചു പോവാണ് സുഹൃത്തുക്കളെ, ആഗ്രഹിച്ചു പോവാണ്. സോ നമ്മൾ ഈ കിങ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അന്ത്യപ്രവാചകൻ അല്ലെങ്കിൽ പ്രൊഹബത്താണെന്ന് പറഞ്ഞ ദൈവദൂതനാണെന്ന് പറഞ്ഞു വന്നവരാണോ? ഭൂമിയിൽ 1.8 ബില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഞമ്മന്റെ മതം ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കൾട്ടിന്റെ സ്ഥാപകരാണോ, പ്രവാചകരാണോ ഈ പറയുന്നത്? പിന്നെ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹി വാസ് എ വിക്ടിം. ഓക്കെ, ഇത്രയൊക്കെ ഫാക്ട് ചെക്കും അല്ലെങ്കിൽ ഹദീസൊക്കെ നോക്കുന്ന ചേട്ടൻ അക്കാര്യം കൂടെ ഒന്ന് നോക്കാമായിരുന്നില്ല. ചുമ്മാ ഈ ഒരു 6 വയസ്സുകാരെ കെട്ടിയത് ന്യായീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇക്കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാവുന്നതായിരുന്നുള്ളൂ. എഗെയിൻ റോമിയോയും ജൂലിയറ്റും, റോമിയോനെ എന്താ പറയാ ദൈവദൂതനായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്? 13-year-old in that book of love. But I haven't seen you point your finger at any of these prominent figures in history. Why is that? Oh, wait a minute. No Muslims in there. No Muslims in there. So ആരാണ് ഇതിൽ മുസ്ലിംസ് ഇസ്ലാമിനെ ഇതാക്കുന്നത്? ഫസ്റ്റിൽ വീഡിയോന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് പറഞ്ഞത്? എല്ലാ മതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാൻ ചെല്ലുമെന്ന്. സോ നമ്മളൊരു ടിപ്പിക്കൽ സുഡു ഡയലോഗ് ഉണ്ട്, ആരെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അതിനുശേഷം വേറെ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ചോദ്യം ചെയ്താൽ എന്തുകൊണ്ട് ആസിഫ മരിച്ചപ്പോൾ ചോദിച്ചിട്ടില്ല? അല്ലെങ്കിൽ നിങ്ങളെ ടിപ്പിക്കൽ ഡയലോഗ് ഉണ്ട്, നിങ്ങൾ എന്ന് പറയുന്നത് ചില സുഡുകളുടെ ടിപ്പിക്കൽ ഡയലോഗ് ഉണ്ട്, അത് എന്ത് ചോദിച്ചിട്ടില്ല? അന്ന് ഇത് തന്നപ്പോൾ എന്ത് മറ്റേ ഓരോ മരണവും പീഡനമൊക്കെ ജാതി അല്ലെങ്കിൽ പേര് ഏത് ജാതിയാണ് ഏത് മതക്കാരനാണെന്ന് നോക്കി ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പോകുന്ന ആ ടൈപ്പ് നമ്മളല്ല. എനിക്ക് തോന്നുന്നതിന് ഞാൻ അഭിപ്രായം പറയും. ഓൾറൈറ്റ്, ജസ്റ്റിഫൈ ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ ഭാഷയിൽ അങ്ങനെ പറയാം. പറഞ്ഞു വരുന്നത് എന്താ? Khadija, and she was 40 years old and Prophet Muhammad was 25 years old. ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ പറയാ, നമ്മൾ 6 വയസ്സായിട്ടുള്ള ആയിഷാനെ കെട്ടിയതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ്. സോ ഹി മാരീഡ്. കുറച്ചു മുമ്പ് നമ്മൾ മഹാത്മാഗാന്ധിന്റെ ഒക്കെ എക്സാമ്പിൾ ഇട്ട ടീംസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൽ തന്നെ പറയുന്നുണ്ട് ജസ്റ്റിഫൈ. Maybe other examples ആയിരിക്കും. It's not justifying. I'm just showing you examples, Jasmine. Divorce
also. So that, okay, so if you marry a divorcee, you can marry a 6-year-old child, right? Tell me one reliable source of an educated scholar that says that. ഇതിലാണ് എഡ്യൂക്കേറ്റഡ് സ്കോളേഴ്സിനെ പിടിച്ചിടുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞല്ലോ 6 വയസ്സുകാരിയെ കെട്ടിന് എക്സാമ്പിൾസും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഈ എക്സാമ്പിൾസ് പിന്നെ എന്തിനാണ് നിങ്ങൾ പറഞ്ഞൊരു കൺക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്? ഏജ് ഒരു പ്രശ്നമല്ല. Is that marrying a 40-year-old justifies marrying a 6-year-old? 1500 years back അതിന് മുമ്പുണ്ടായ കാര്യങ്ങളാണ്. സോ അത് കണ്ട് ഞാനിപ്പം റസൂലിന്റെ എല്ലാ പാതകളും പിന്തുടരാനിട്ട് ഒരു 6 വയസ്സുകാരെ കെട്ടാൻ പോവാ എന്ന് വിചാരിക്കും. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ഉണ്ട്? മുത്തുനബിയുടെ ദീൻ അതുപോലെ അങ്ങോട്ട് മുഹമ്മദിന്റെ ഒരുപാട് നിയമങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ എന്ന് കരുതി 6 വയസ്സുകാരെ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ന്യായീകരിക്കൂല. ഓക്കെ, അത് ഞാൻ തന്തക്ക് തന്നെ വിളിക്കും. ഒരൊറ്റ സത്യം, അത് ഞാൻ ന്യായീകരിക്കൂല. അതിന് ഞാൻ എക്സാമ്പിളും കൊണ്ട് വരുകയില്ല. അത് അന്നും ഇന്നും അത് ഒരു സോറി വീഡിയോ ആയിട്ടൊന്നും ജാസ്മിൻ വരൂല. ഉണ്ണിമണികളെ, ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ മാത്രം. നിങ്ങളിപ്പോ 2020 നിൽക്കുന്നത്. നിനക്ക് 6 വയസ്സുള്ള ഒരു പെങ്ങളോ 6 വയസ്സുള്ള ഒരു മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ആ ഒരു കുട്ടിയെ നീ കല്യാണം കഴിക്കാൻ 50 വയസ്സുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കോ. അത് ഏത് മുത്തുനബി ആയിക്കോട്ടെ, ഏത് അള്ളാഹു ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും പോയി കെട്ടിക്കോ. ചിന്തിക്കണം. The statements that you're making right now are as unstable as your hair. ഹെയർ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സ്റ്റെബിലിറ്റി ആക്കി നോക്കിയിട്ടുണ്ട്. ഹോപ്പ് ദാറ്റ് ഹെൽപ്പ്. And you just said we are in 2020 and no one can marry a 6-year-old, and yet you're coming and asking if you had a 6-year-old sister, would you get her married to some 50-year-old? ചേട്ടൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് വരട്ടെ. കുറച്ച് വെള്ളം കുടിക്കേണ്ടതല്ലേ? 2020 ഇരുന്നിട്ട് 1500 വർഷം മുമ്പുള്ള എക്സാമ്പിൾസ് കൊണ്ടുവന്ന ചേട്ടൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഖുറാനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിലാണ്. ഖുറാനിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹു നബിയോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നബി ചെയ്തതും കാര്യങ്ങളുമാണ് ഹദീസിൽ പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ പറയുന്നതാണ് പ്രശ്നം. ഓക്കെ, ഇത് നമ്മൾ നിങ്ങളോട് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുരുവെട്ടി പൊട്ടട്ടെ. I don't give up. And you clearly didn't give any of those. Exactly. Still I don't give. Of the actual age of Aisha radhiyallahu anha when Prophet Muhammad married her. നമ്മള് ചേട്ടന് ഹദീസിന്റെ കണക്ക് ചോദിക്കാൻ പോകുന്ന ഒരു എന്താ പറയാ ചില്ലിങ് മൊമെന്റ്സ് ആണ്. സോ ഇതിൽ പറയുന്ന ഫാക്ട്സ് ഒക്കെ വേറെ പെങ്ങളെ വയസ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, കേൾക്കാം. The records say that the marriage was announced at the age of 9 and she was actually married to him at the age of 12. That is ഈ റെക്കോർഡ് that is a few records and there are that is a few record. എന്നോട് ഇവിടെ ഹദീസ് ഒക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ചേട്ടന് എന്താ റെക്കോർഡ് മാത്രം? അതിനെന്താ റെക്കോർഡിന് പേരും നമ്പറൊന്നും ഇല്ലേ? There are other records that say based on the age of her sister Asma who was. സോ ചേട്ടൻ ഇവിടെ ന്യായീകരിക്കുന്നത് സായി ഒക്കെ വന്നപ്പോ വരാനുള്ളതാണ്. അതിൽ പറയുന്ന പോലെ ആക്ച്വലായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയാ സ്വഹാബത്ത് വഴി വന്ന ആ ഒരു റെക്കോർഡാണോ, അല്ലെങ്കിൽ അത് സ്വഹാബത്ത് വഴിയാണ് കൈ കടത്തലുകൾ വന്ന വീക്ക് പോയിന്റ് ആയിട്ട് വന്നുള്ള ഹദീസാണോ ഒന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് വലിയ ജ്ഞാനിയല്ലേ? Who was 27 at the time of the marriage, which makes Aisha, who is 10 years younger than Asma, 17 years old. Why are there conflicts in the age of Aisha? We get a lot of information. എന്തുകൊണ്ടാ? അതും കൂടി ചേട്ടൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് കേട്ടോ. Information about Islam from a section of sayings called hadith. Hadith is basically a record of saying or action of the Prophet that's been recorded by people who were alive during his time and then passed by to other generations and then compiled by people like Bukhari or Muslim. And why are they conflicts? Because not every hadith is actually relevant, because there are two kinds of hadith. One is called sahih, which is an authentic hadith, and the other one is called da'if, which is ഈ നേരത്തെ പറഞ്ഞ ഏജിന്റെ കാര്യം ഈ പറഞ്ഞ ദഈഫ് അല്ലെങ്കിൽ സഹീഹ്. ദഈഫ് എന്നുള്ളത് വീക്ക് ഹദീസാണ്. സഹീഹ് ആയിട്ടുള്ള ഒത്തന്റിക് ഹദീസില് ഇതിൽ ചേട്ടൻ നേരത്തെ പറഞ്ഞത് സഹീഹ് ആണോ അല്ലെങ്കിൽ ദഈഫ് ആണോ? ഇനിയിപ്പോ ദഈഫ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് ദഈഫ് ആണെന്ന് പറഞ്ഞിട്ടില്ല? ചുമ്മാ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കുകയാണോ? അതുപോലെ തന്നെ സഹീഹ് ആയിട്ടുള്ള എന്താ പറയാ കിതാബുകൾ ഏതാണെന്നും കൂടെ മെൻഷൻ ചെയ്യാനുള്ള ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? എന്നോട് അങ്ങനെയല്ലേ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യുമ്പം ആയത്തും ഒക്കെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക്
അതെന്താണിത്? അതെന്താണ് അങ്ങനെ? Which is a weak hadith. Now let me tell you